നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള ബസ് കടന്നുപോയപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അംഗരക്ഷകർ ക്രൂരമായി മർദ്ദിച്ചതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരിങ്കൊടി കാണിച്ചവരെയും മുദ്രാവാക്യം വിളിച്ചവരെയും തല്ലിച്ചതയ്ക്കുകയാണ്. എന്നിട്ട് വന്നിരുന്ന് ഗുണ്ടായിസം കാണിക്കുകയാണ് മുഖ്യമന്ത്രി. സുരക്ഷ വേണ്ടത് പിണറായി വിജയന് മാത്രമല്ല, ഗവർണർക്കും സുരക്ഷ വേണം. പക്ഷേ എന്തേ ആരിഫ് ഖാന് സുരക്ഷ ഒരുക്കേണ്ട പോലീസ് അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്? ഗവർണറിന്റെ കാറിന് മുന്നിലേക്ക് ചാടി വീഴുകയും കാറിൽ അടിക്കുകയും ചെയ്യുന്ന SFIക്കാരെ പോലീസ് തല്ലിച്ചതയ്ക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെ കുട്ടി സഖാക്കളെ ഇറക്കിയിരിക്കുന്നത് പാർട്ടിയാണല്ലോ. അപ്പോൾ പോലീസിന് കണ്ടില്ല കേട്ടില്ല എന്ന് ഭാവിച്ചേ മതിയാകൂ. സുരക്ഷ വേണ്ടത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നാണ് മൂപ്പരിപ്പോൾ പറയുന്നത്. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലാണ് അംഗരക്ഷകരെ താങ്ങി പിണറായി സംസാരിച്ചത്. അംഗരക്ഷകരെന്ന് പറയുന്നത് എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ നിൽക്കുന്നവരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞങ്ങളുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുന്നിലേക്ക് ചില ആളുകൾ ചാടുന്ന അവസ്ഥ ഇന്നലെ ഉണ്ടായിരുന്നു. അത് നേരത്തെ ഒഴിവാക്കപ്പെട്ടിരുന്നു, പിന്നീട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇന്നലെ ഒരിടത്ത് അത്തരത്തിൽ വാഹനത്തിന് മുന്നിൽ ചില ആളുകൾ ചാടി വീഴാൻ ശ്രമിക്കുന്നത് കണ്ടു. അവരെ പോലീസ് തടയുന്നതും കണ്ടു. അതാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. യൂണിഫോമിലുള്ള പോലീസുകാർ തടയുന്നതാണ് ഞാൻ കണ്ടത്. എന്റെ കൂടെയുള്ള അംഗരക്ഷകർ എന്ന് പറയുന്നത് എനിക്കൊന്നും സംഭവിക്കരുതെന്നതിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്, മുഖ്യമന്ത്രി പറഞ്ഞു. അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ബസിൽ പോകുമ്പോഴാണ് റോഡരികിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി മുദ്രാവാക്യം വിളിച്ചെത്തിയത്. കരിങ്കൊടി പിടിച്ചു വാങ്ങിയ പോലീസ് ഇവരെ മാറ്റിയിരുന്നു. പിന്നാലെ കാറിലെത്തിയ ഗൺമാനും അംഗരക്ഷകരും വണ്ടി നിർത്തി. ലാത്തി കൊണ്ട് വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു ഇവരെ. ഇടുക്കിയിൽ ഫോട്ടോഗ്രാഫറെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ കഴുത്തിന് പിടിച്ച് തള്ളിയത് സംബന്ധിച്ചും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറി തള്ളിക്കൊണ്ടുവന്നയാളെ അംഗരക്ഷകൻ മാറ്റുന്നത് താൻ കണ്ടിട്ടുണ്ട്. സാധാരണ ക്യാമറാമാൻ വരുന്നത് പോലെ അല്ല അയാൾ വന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച സ്വീകരണമാണ് നവകേരള സദസ്സിന് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് ഒരേ വികാരത്തോടെ ഇങ്ങനെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന അനുഭവം സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി ഒന്നിച്ചു നിൽക്കും എന്ന പ്രഖ്യാപനം തന്നെയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരെ ഗൺമാൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഗൺമാൻ പ്രതിഷേധക്കാരെ തല്ലിയത് വിവാദമായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ യാത്രാ കോർഡിനേഷനാണ് ഗൺമാന്റെ ചുമതല. ഏത് സാഹചര്യത്തിലാണ് ഗൺമാൻ പ്രതിഷേധക്കാരെ തല്ലിയതെന്നും വ്യക്തമല്ല. നവകേരള സദസ്സിന് കുറെ ഗുണ്ടകളെയും കൊണ്ടിറങ്ങിയിരിക്കുകയാണ് പിണറായി. വഴിനീളെ കാണുന്നവരെ ഒക്കെ തല്ലി ചതയ്ക്കുകയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കും. ഇനിയും തല്ലുമെന്ന ധാർഷ്ട്യവും.